ക്രൈസ്റ്റ് നഗർ കോളേജിന് മുന്നിലെത്തുമ്പോൾ അവളുടെ മിഴികൾ ചുറ്റുപാടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ അവൾ ചെറിയ ഭയപ്പോടെ നോക്കുമ്പോഴും ചിലരിൽ നിന്നെങ്കിലുമുള്ള കൂർത്ത നോട്ടങ്ങൾ അവളെ നന്നായി അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. നഗരത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോളേജ്, മന്ത്രിമാരുടെയും മറ്റു തലപ്പത്തിരിക്കുന്നവരുടെയും മക്കൾ പഠിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരിടത്തേക്ക് തനിക്ക് വരാൻ യോഗ്യത ഉണ്ടോ എന്ന് പോലും അവൾ അളന്നു നോക്കി. മാറോട് അടക്കി പിടിച്ച് തൻ്റെ ബാഗുമായി അവൾ പതിയെ നടന്നു. ഇരുവശങ്ങളിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ടെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. അത് തന്നെ പറ്റിയായിരിക്കുമോ എന്ന് ചിന്തിക്കാൻ അവൾക്ക് ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ താൻ കൂട്ടിപ്പിടിച്ചു വെച്ചിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ചോർന്നു പോകുകയാണോ എന്നവൾ ഒരു വേള ചിന്തിച്ചു. പഴക്കം ചെന്നൊരു ജീൻസും നരച്ചു തുടങ്ങിയ ഒരു ഷർട്ടുമാണ് അവളുടെ വേഷം. അലസമായി കിടക്കുന്ന ചെമ്പൻ മുടികൾ ഉയർത്തി പോണി ടെയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവളിലെ ഭംഗി എന്ന് പറയുന്ന നീല കണ്ണുകൾക്ക് മേലൊരു തുടച്ചു വൃത്തിയാക്കിയ വട്ടക്കണ്ണട മറ തീർത്തിരുന്നു. ചമയങ്ങൾ ഏതുമില്ലാത്ത ഒരു പെൺകുട്ടി. എങ്കിലും മറ്റെന്തോ ഒരു പ്രത്യേകതയുണ്ട് അവളിൽ. എതിരെ നടന്നു പോകുന്ന മുന്തിയ മേക്കപ്പ് ധരിച്ച പെൺകുട്ടികളെ അവൾ നോക്കി. എവിടെ നിന്നോ ഒരു കുഞ്ഞ് അപകർഷതാബോധം തലപൊക്കിയോ? ഇതേതായി ജീവി? ഡോ സോഡാക്കുപ്പി! മുറുമുറുപ്പുകൾ മാത്രം കേട്ടാൽ മതിയെന്നൊരാശ്വാസത്തോടെ നടന്നവൾ പതർച്ചയോടെ ചുറ്റിനും നോക്കി. കഴുകൻ കൂട്ടത്തെ പോലെ തുറച്ചു നോക്കുന്നുണ്ടെല്ലാവരും. അണുവിട വിടാതെ എല്ലാവരുടെയും നോട്ടം എത്തി നിൽക്കുന്നത് ആ 19കാരിയിൽ മാത്രമായിരുന്നു. ബാക്കിയായിരുന്ന ധൈര്യം കൂടി ചോർന്നു പോകുകയാണെന്ന് അവൾക്ക് തോന്നി. ഇതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് തൻ്റെ ഫോട്ടോ എടുക്കുന്നതും പരസ്പരം എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതും അവൾ വേദനയോടെ നോക്കിക്കണ്ടു. കഴുത്തിലെ കുരിശ് ലോക്കറ്റിൽ മുറുകെ പിടിച്ചവൾ മുന്നോട്ട് നടന്നു. ലിറ്ററേച്ചർ എന്നെഴുതിയ ബോർഡ് നോക്കി അവൾ വലത്തേക്ക് തിരിഞ്ഞു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് അലക്ഷ്യ അലോഷ്യസ്. പേരിന് വിപരീതമായി ഒരുപാട് ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്നവൾ. പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചു നടക്കുന്നവൾ. അവയോട് സൗഹൃദം സ്ഥാപിക്കുന്നവൾ. 1ാം സെമസ്റ്റർ ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പനിയായിരുന്നതിനാൽ ആദ്യ ദിവസം ക്ലാസ്സിൽ ഹാജരാകാൻ സാധിക്കാത്തത് അലക്ഷ്യയെ സംബന്ധിച്ച് വിഷമം ഉളവാക്കുന്ന കാര്യമായിരുന്നു. ഇന്നാണ് ഇവിടേക്ക് അവളുടെ ആദ്യ ദിവസം. വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്വീകരണം തന്നെയായിരുന്നു ക്ലാസ്സിൽ നിന്നും. എങ്കിലും അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. ബെഞ്ചിൻ്റെ ഒരു മൂലയിൽ കുറച്ച് പുസ്തകങ്ങളുമായി അവൾ ചിലവഴിച്ചു. ക്ലാസ് ടൈമിൽ നോട്ടുകൾ എഴുതിയും ടീച്ചേഴ്സിനെ ശ്രദ്ധിച്ചും കടന്നുപോയി. അവസാന പീരീഡ് ഫ്രീ ആയിരുന്നതിനാൽ അവൾ ബാഗ് തുറന്ന് വായിച്ച് പൂർത്തിയാക്കാത്ത തൻ്റെ ഒരു പുസ്തകം കയ്യിലേക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. 2 പേജ് മുഴുമിപ്പിക്കുമ്പോൾ കാത് കുത്തിത്തുളച്ചുള്ള ആർപ്പുവിളികളും വിസിലടിയും കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് മുഴങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ മിഴികൾ ഉയർത്തി പുറത്തേക്ക് നോക്കുന്നത്. എല്ലാവരും ഇപ്പോൾ വരാതിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഇപ്പോൾ താൻ ഒറ്റയ്ക്കാണ്. അവൾ വീണ്ടും പുസ്തകത്തിലേക്ക് ഊളിയിട്ടു. തൻ്റെ ജീവിതം ഈ കലാലയം മാറ്റിമറിക്കും എന്നറിയാതെ. ഗ്രൗണ്ടിൽ ഇപ്പോഴും ആർപ്പുവിളികൾ ഉയരുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ ഹോക്കി മാച്ചിൽ ഒപ്പം മത്സരിച്ച മറ്റ് കോളേജുകളെയും പിന്നിലാക്കി ഉയർന്ന വിജയം നേടി വന്നിരിക്കുകയാണ് ക്രൈസ്റ്റ് നഗരത്തിലെ കോളേജിലെ ഹോക്കി ക്യാപ്റ്റൻ നോയലും ടീമും. അതിൻ്റെ ബഹളമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. PG ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് നോയൽ. പഠിത്തത്തിൽ കുറച്ച് പിറകിലാണെങ്കിലും ഹോക്കി എന്നാൽ അവന് ജീവനാണ്. അതുപോലെ അവൻ്റെ ഫ്രണ്ട്സും. കഴിഞ്ഞ വർഷങ്ങളിലായി ക്രൈസ്റ്റ് നഗർ കോളേജ് തന്നെയായിരുന്നു ഹോക്കിയിൽ വിജയം കൈവരിച്ചിരുന്നത്. അത് നോയലിൻ്റെ പ്രയത്നം തന്നെയായിരുന്നു. അവനൊപ്പം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ടീം സബ് ക്യാപ്റ്റനായ സച്ചിനുമുണ്ട്. ഇരുവരെയും തോളിലേറ്റി എല്ലാവരും വിജയം ആഘോഷിക്കുമ്പോൾ സീനിയേഴ്സ് എന്നോ ജൂനിയേഴ്സ് എന്നോ ഒരു വേർതിരിവില്ലാതെ അതിലെല്ലാവരും പങ്കുചേർന്നു, ഒരാളൊഴികെ. അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി പറയുന്നുണ്ടായിരുന്നു അവനിലെ സന്തോഷം. വിയർത്ത് കുളിച്ച മുഖവുമായി അവൻ എല്ലാവരെയും നോക്കി. പെൺകുട്ടികളുടെ ആരാധനാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക പെൺകുട്ടികളും നിറഞ്ഞ പ്രണയത്തോടെ അവനെ നോക്കി നിൽക്കുമ്പോൾ തിരികെ ഒറ്റക്കണ്ണീറുക്കി അവനും ഒരു ചിരി നൽകാറുണ്ട്. ഫ്രണ്ട്സിനൊപ്പം ആ നീണ്ട വരാന്തയിൽ കൂടി നടക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ ആ ഒഴിഞ്ഞ ക്ലാസ് മുറിയുടെ കോണിൽ ഒറ്റയ്ക്കിരിക്കുന്നവളിലേക്ക് നീണ്ടത്. ഇടതു കൈ താങ്ങി ചെരിഞ്ഞിരിക്കുന്നതിനാൽ മുഖം വ്യക്തമായില്ല. എല്ലാവരും പുറത്തുകൂടി നിൽപ്പുണ്ട്. അവൾ മാത്രം ബുക്കുമായി മാറിയിരിക്കുന്നു. എന്താ നടക്കുന്നത് എന്ന് പോലും നോക്കുന്നില്ല. അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞുവോ? അന്നേ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് വീണ്ടും അവൾ കോളേജിലേക്കെത്തി.
മാറ്റമേതുമില്ല. അതേ കോലമെന്ന് പറയാം. ഒറ്റ ദിവസം കൊണ്ട് അവൾ അധ്യാപകർക്കിടയിൽ സ്ഥാനം പിടിച്ചിരുന്നു. അതുപോലൊരു കുട്ടി ആ ക്ലാസ്സിൽ അവൾ മാത്രമായിരുന്നു. എല്ലാവരിൽ നിന്നും വേറിട്ടു നിൽക്കുന്നവൾ. നോയലെ, കഴിഞ്ഞ എക്സാമിന് നിനക്ക് നല്ല മാർക്ക് കുറവാണ്. കഷ്ടിച്ചാണ് നീ പാസ്സായിരിക്കുന്നത്. ഹോക്കി എന്നും പറഞ്ഞ് നടന്നാൽ പോരാ, അത് പഠിത്തത്തെ കൂടി കാണിക്കണം. ഇന്ന് മുതൽ എല്ലാ സെക്കൻഡ് അവറും നിനക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. പോയ പേപ്പറിൻ്റെ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കണം. ആദ്യ പിരീഡ് തന്നെ സൗമ്യ മിസ്സിൻ്റെ വായിൽ നിന്നും കേട്ടാണ് നോയലിൻ്റെ അന്നേ ദിവസം തുടങ്ങിയത്. പക്ഷേ അവനറിയാം അതവർക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അതുപോലെ തിരിച്ചവനും. തൻ്റെ പ്രിയ അധ്യാപികയാണ് സൗമ്യ മിസ്. ആ കോളേജിൽ ആരെങ്കിലും പറഞ്ഞനുസരിക്കുമെങ്കിൽ അത് അവരുടെ വാക്ക് മാത്രമാകും. നോയൽ ആരെയും കൂസാക്കാത്ത പ്രകൃതക്കാരനാണ്. ഫ്രണ്ട്സും ഹോക്കിയും അത് രണ്ടുമാണ് അവനെന്നും പ്രിയം. അതുപോലെ ആ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഒരു കുട്ടിയെങ്കിലും അവൻ പ്രപ്പോസ് ചെയ്തിട്ടുമുണ്ടാകും. പക്ഷേ അതൊക്കെ അവന് വെറും നേരമ്പോക്ക് മാത്രമാണ്. ഫ്രീ പീരീഡ് ആയിരുന്നതിനാൽ അലക്ഷ്യ ലൈബ്രറിയിലേക്ക് നടന്നു. കൂട്ടിനാരുമില്ല. ഇങ്ങോട്ടാരും ചങ്ങാത്തം കൂടാൻ വന്നതുമില്ല. അവൾ ആർക്ക് പിറകെയും പോയതുമില്ല. കയ്യിൽ കരുതിയ ബുക്കുമായി അവൾ സെക്കൻഡ് ബെഞ്ചിലെ ഒരറ്റത്തിരുന്നു. ഇരുമിഴികളും അത്ഭുതത്തോടെ ആ ലൈബ്രറിക്ക് ചുറ്റും ഓടി നടന്നു. ഓരോ റാക്കിലെയും ബുക്കുകളും കൗതുകത്തോടെ അവൾ നോക്കിയിരുന്നു. ഏറെ നേരത്തെ നോട്ടം അവസാനിപ്പിച്ചവൾ താൻ വായിച്ചു വെച്ച ബുക്കിൻ്റെ ബാക്കി വായിക്കാൻ തുടങ്ങി. പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവൾ മറ്റൊരു ലോകത്താണ്. അവിടെ മറ്റൊന്നിനും പ്രാധാന്യമില്ല. മറ്റാരെയും അവൾ കാണുന്നുമില്ല. അവിടെ പോയിരിക്കും, ഞാനിപ്പോൾ വരും. കുഞ്ഞു കുട്ടിയെ കൊണ്ടിരുത്തുന്ന പോലെയാണ് സൗമ്യ മിസ് നോയലിനെ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ മുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ടീച്ചറിനൊരു നോട്ടം നൽകി ഷർട്ടൊന്ന് പിറകിലേക്കാക്കിക്കൊണ്ടും അവൻ അവിടെ ഒരു ചെയറിലേക്കിരുന്നു. കയ്യിലിരുന്ന നോട്ട്ബുക്ക് മുന്നിലത്തെ ഡെസ്കിലേക്കിടുന്ന ശബ്ദം കേട്ടാണ് അലക്ഷ്യ അവിടേക്ക് നോക്കിയത്. അവളുടെ കണ്ണൊന്ന് കൂർത്തു. പഠിക്കുന്ന ബുക്കാണ് അവനായി എടുത്തെറിഞ്ഞത്. അലക്ഷ്യ പുച്ഛത്തോടെ മുഖം തിരിച്ച് വായനയിൽ ശ്രദ്ധ കൊടുത്തു. ഇടയ്ക്കിടെ അവൻ്റെ മൂളിപ്പാട്ട് കുറച്ച് ഉച്ചത്തിലാകുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും അവനെ നോക്കും. നല്ല നിറമാണവന്. കറുത്ത കണ്ണുകളും ഡ്രിം ചെയ്തു വെച്ച കുറ്റിത്താടിയും കാതിലൊരു കുഞ്ഞു കമ്മലും. കാണാൻ തന്നെ ഒരു ചേലൊക്കെയുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ അവന് കഴിയുന്നില്ല. നാലുപാടും കണ്ണുകൾ ഓടി നടക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന പേന ഇടയ്ക്കിടെ അവൻ കടിക്കുന്നുണ്ട്. മുടിയിലാണ് കൂടുതൽ ശ്രദ്ധ. ഏതു നേരവും അത് ഒതുക്കി വെച്ചാണ് ഇരിപ്പ്. അലക്ഷ്യ അവനെ ആകെ ഒന്ന് നോക്കി. സൗമ്യ മിസ് ക്ലാസ്സിലേക്ക് വന്ന് അവൻ അരികിലേക്കിരുന്നു. ശകാരിച്ചും പെന്നുകൊണ്ട് അവനെ തല്ലിയുമൊക്കെ അവർ ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നു. ഒന്നും മനസ്സിലാകാതെ അവൻ ഇരിക്കുന്നത് ഇടയ്ക്കുള്ള നോട്ടത്തിലൂടെ അലക്ഷ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീണ്ട നേരത്തിന് ശേഷം അവൻ ക്ലാസ് വിട്ടിറങ്ങി. തേർഡ് പീരീഡ് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. അത് മനസ്സിലാക്കി വായിച്ച ബുക്ക് മടക്കി വെച്ച് അലക്ഷ്യയും ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് വന്ന മിസ്സിനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു. അലക്ഷ്യ ഒന്ന് ആലോചിച്ചു. ലൈബ്രറിയിൽ കണ്ടതും ഈ മിസ്സിനെ അല്ലേ എന്ന്. അപ്പോൾ അവളുടെ ചിന്തയിലേക്ക് അവൻ വീണ്ടും കടന്നു വന്നു. ഇംഗ്ലീഷ് പീരീഡ് അലക്ഷ്യയെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു. അതുപോലെ തന്നെ സൗമ്യ മിസ്സിനെയും ഒത്തിരി ഇഷ്ടമായി. ടെസ്റ്റ് അടച്ചു വെച്ച് സൗമ്യ മിസ് അലക്ഷ്യക്കരികിലേക്ക് വന്നു. എന്താ കുട്ടിയുടെ പേര്? ഇരു കൈകളും പിണച്ചു വെച്ച് അവളോട് ചോദിച്ചു. അലക്ഷ്യ അലോഷ്യസ്. ചോദിച്ച മിസ്സ് പോലും കേട്ടിട്ടുണ്ടാവില്ല അവൾ പറഞ്ഞത്. വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കുമ്പോൾ അവൾ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞു. ആഹാ, താൻ ഇങ്ങനെ എന്തിനൊരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്നത്? കുറച്ചുകൂടി ആക്റ്റീവ് ആകണം ക്ലാസ്സിൽ. എല്ലാവരോടും കൂട്ടുകൂടുകയും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. മറ്റു ടീച്ചേഴ്സും സ്റ്റാഫ് റൂമിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുവാന്ന്. ഇനി അതൊക്കെ മാറണം. സ്നേഹത്തോടെ അവർ പറയുമ്പോൾ അവൾ എല്ലാത്തിനും തലകുലുക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് വീണ്ടും അവൾ ലൈബ്രറിയിലേക്ക് നടക്കുമ്പോൾ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ എന്തോ പറഞ്ഞ് ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളത് കേട്ടിട്ടും കേൾക്കാതെ പോകുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ശ്രദ്ധ താഴെ ഗ്രൗണ്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ നിൽക്കുന്നയാളെ അവൾ ശ്രദ്ധിച്ചത്. ഇത് രാവിലെ കണ്ടവനല്ലേ? അവൾ സ്വയം ചോദിച്ചു നോക്കി. കൂടെ ഒരു പെണ്ണുമുണ്ട്. ഇരുവരും കൈ കോർത്ത് പിടിച്ച് ഒരു കൽബെഞ്ചിലിരിക്കുന്നുണ്ട്. കാറ്റത്ത് പാറി പറക്കുന്ന അവളുടെ മുടി അവൻ കാതിന് പിന്നിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അലക്ഷ്യ അവരെ ഒന്ന് നോക്കി മുഖം തിരിച്ച് വേഗത്തിൽ നടന്നു. നോയലേ! ദൂരെ നിന്നുള്ള സച്ചിൻ്റെ വിളി കേട്ട് അവൻ അവിടേക്ക് നോക്കി. സച്ചിൻ അവനെ കണ്ണ് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്.
അവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് തിരിച്ചറിയാൻ നോയലിന് കഴിഞ്ഞില്ല. അപ്പോൾ ശരി ദേവിക, ഞാൻ ഈവനിങ് വരാം. നീ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി. പെട്ടെന്ന് അവനൊപ്പം ഇരുന്നവളോട് പറഞ്ഞ് നോയൽ സച്ചിനരികിലേക്ക് ചെന്നു. എന്താടാ? എടാ, ഇതാരാടാ പുതിയ ആള്? അപ്പോൾ അവളോ? അഭിമ? നീ അവളുമായി പ്രണയത്തിലായിരുന്നില്ലടാ, പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? ഹാ, സീരിയസ്ലി ഞാനെന്താ പ്രേമത്തെ പെട്ടിരിക്കുകയാണെന്നാണോ നീ വിചാരിച്ചേ? ബുൾഷിറ്റ്. ഞങ്ങൾ വെറും ടൈം പാസ്, അത്രേ ഉള്ളൂ. രണ്ടുപേരും പരസ്പരം ചതിക്കുന്നുമില്ല. ബോറായി, സോ നിർത്തി. ദാറ്റ്സ് ഓൾ. നോയലിൻ്റെ പുതിയ ഗേൾഫ്രണ്ടായിരുന്ന അഭിമയുമായിട്ട് ബ്രേക്കപ്പായ വാർത്തയെ തുടർന്ന് സച്ചിൻ ചോദിച്ചതിന് അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. സച്ചിൻ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ നോക്കി. നോയലിൻ്റെ മുഖത്ത് അപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയാണ്. അതേ ചിരിയോടെ അവൻ ചുറ്റും നോക്കുന്നുമുണ്ട്. ആരെയോ നോക്കി കണ്ണിറുക്കി ചിരിച്ച് കൈവീശി കാണിക്കുന്നത് കണ്ട് സച്ചിനും അങ്ങോട്ടേക്ക് നോക്കി. ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ 2ാം നിലയിൽ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. നോയലിലാണ് അവരുടെയും ശ്രദ്ധ. സച്ചിൻ തലയിൽ കൈവച്ച് അവനെ നോക്കിയിരുന്നു. ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടി സച്ചിൻ്റെ തോളിലേക്ക് കൈ ചേർത്ത് ഇരുവരും ക്ലാസ്സിലേക്ക് പോയി. മിസ് ക്ലാസ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ബെഞ്ചിൽ നോയലിൻ്റെയും ടീമിൻ്റെയും കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ പേപ്പർ ചുരുട്ടി എറിഞ്ഞും മുടിയിൽ വലിച്ചുമൊക്കെ ആകെ ബഹളമാണവർ. എല്ലാത്തിനും മുൻപന്തിയിൽ അവനാണ് നോയൽ. നോയലേ! മിസ്സിൻ്റെ ഉറക്കെയുള്ള വിളി കേട്ടാണ് നോയൽ എഴുന്നേറ്റത്. നിനക്ക് കുറച്ച് നേരമെങ്കിലും വായടച്ചിരിക്കാൻ പറ്റുമോ നോയലേ? നിന്നെ കാരണം എല്ലാ ടീച്ചേഴ്സിനും കംപ്ലൈൻറ്റ് പറയാനേ നേരമുള്ളൂ. ആർക്കും പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഏത് നേരവും ബഹളം തന്നെ. നിനക്ക് നേരെ ഓപ്പോസിറ്റ് ഒന്നുണ്ട് ആ ഫസ്റ്റ് ഇയറിൽ. അതൊന്ന് വാ തുറക്കണമെങ്കിൽ കാല് പിടിക്കണം. മിസ്സ് കത്തി കയറുന്നുണ്ട്. ക്ലാസ്സിൽ എല്ലാവരും ചിരിക്കുന്നുമുണ്ട്. നോവലിൻ്റെ മുഖത്തും ചിരി തന്നെ. അവനിത് പുത്തരിയുള്ള കാര്യമല്ല. എല്ലാവരിൽ നിന്നും കേൾക്കും. എങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരിക്കൽ കൂടെ അവനെ നോക്കി വീണ്ടും മിസ്സ് ക്ലാസ് തുടങ്ങി. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ പപ്പ ഇരിപ്പുണ്ടായിരുന്നു. അയാൾക്കൊരു പുഞ്ചിരി നൽകി അലക്ഷ്യ മുറിയിലേക്ക് നടന്നു. ഫ്രഷായി ഹാളിലേക്ക് എത്തുമ്പോൾ പപ്പയ്ക്കൊപ്പം മമ്മിയുമുണ്ട്. ചായ ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. അലക്ഷ്യ കപ്പ് കയ്യിലേക്കെടുത്ത് ചെയറിലിരുന്നു. നിലത്ത് അവളുടെ ഏകമിത്രമായ തൻ്റെ വളർത്തുപൂച്ചയുമുണ്ട്. ചായ കുടിക്കുന്നതിനൊപ്പം തന്നെ അവൾ ആ പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ അലക്ഷ്യ അവിടെ ഇരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ്. പുറത്തെ പോലെ തന്നെ അവൾ വീട്ടിലും സൈലൻ്റാണ്. അമിതമായി സംസാരിക്കാറില്ല. എല്ലാം ആവശ്യത്തിന് മാത്രം. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് മോളെ? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? നല്ലതാ പപ്പ, ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. എല്ലാവരും പാവമാ, ടീച്ചേഴ്സും ഒക്കെ. നല്ല കോളേജാ. പിന്നെ ലൈബ്രറിയും വളരെ നല്ലതാ. അലക്ഷ്യ പറയുന്നതൊക്കെ കേട്ട് ആ അച്ഛനും അമ്മയും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കേട്ടിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു മുൻപ് മുതലേ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും അധികമില്ലായിരുന്നുവെന്ന്. എപ്പോഴും പുസ്തകങ്ങളോടാണ് പ്രിയം. മുൻപ് അവൾ പഠിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ ഒന്നും പറയാറില്ല. പക്ഷേ ഇപ്പോൾ അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ പപ്പയ്ക്കും മമ്മിക്കുമാണ് സന്തോഷം തോന്നിയത്. അവളുടെ തലയിൽ തഴുകി അവർ അകത്തേക്ക് പോയപ്പോൾ താഴെ തന്നെ നോക്കിയിരുന്ന പൂച്ചയെ നോക്കി അവൾ വേദനയോടെ ചിരിച്ചു.